ഇന്നത്തെ ലോകവും ഇന്ത്യയും നേരിടുന്ന അതീവ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അതിൻ്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ അടുത്ത് നമ്മളെ ആശ്വസിപ്പിക്കുന്ന, സാന്ത്വനപ്പെടുത്തുന്ന ഒരു നാമമാണ് മഹാത്മാഗാന്ധിയുടേത്. വാസ്തവത്തിൽ മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ തയ്യാറാക്കി അവതരിപ്പിച്ചിട്ടുള്ള ഈ എക്സിബിഷൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഒരു വർഷത്തിലേറെ കാലമുള്ള ജീവിതത്തിലെ അതിനിർണായകമായിട്ടുള്ള വെറും പച്ച മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് വ്യക്തമാക്കുന്ന തരത്തിലുള്ള അന്നത്തെ മനോവ്യാപാരത്തെ അവതരിപ്പിക്കുന്നതാണ് ഈ എക്സിബിഷൻ. ഇന്നത്തെ ബംഗ്ലാദേശിലുള്ള നവഖാലിയിലെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം പോയിട്ടുള്ള നിരവധി ഗ്രാമങ്ങളും അവിടെ നടന്ന വർഗീയ കലാപങ്ങളും പിന്നീട് കൽക്കത്തയിലേക്ക് വ്യാപിച്ചതും അതോടൊപ്പം തന്നെ പിന്നീട് ബീഹാറിലും ഉത്തര ഇന്ത്യയിലെ പടിഞ്ഞാറൻ ഭാഗത്തേക്കെല്ലാം വ്യാപിച്ചതുമായിട്ടുള്ള മനുഷ്യൻ്റെ മനസ്സിനെ മഥിക്കുന്ന ഏറ്റവും വേദനിപ്പിക്കുന്ന സംഭവങ്ങളെ എങ്ങനെയാണ് ഗാന്ധിജി കൈകാര്യം ചെയ്തത് എന്ന് വ്യക്തമാക്കുന്നതാണ് എക്സിബിഷൻ. വർഗീയത എത്രത്തോളം മനുഷ്യവിരുദ്ധമാണ്, വർഗീയത എത്രത്തോളം ഭീകരമാണ്, വർഗീയത എത്രത്തോളം നൃശംസത നിറഞ്ഞതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് നമുക്ക് ഈ നാഥുറാം വിനായക് ഗോഡ്സെയുടെയും അതുപോലെ തന്നെ നാരായൺ ആപ്തയുടെയും ഗോപാൽ ഗോഡ്സെ അന്ന് 16 വയസ്സുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തെ തൂക്കിക്കൊന്നില്ല എന്നുള്ളതാണ് വസ്തുത. അത് ഗോപാൽ ഗോഡ്സെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ ഫ്രണ്ട് ലൈനിൽ പറഞ്ഞ കാര്യമാണ്. അങ്ങനെയുള്ള മഹാത്മജിയെ ഇല്ലാതാക്കുക എന്നുള്ളത് അന്നത്തെ ഹിന്ദു വർഗീയതയുടെ ഏറ്റവും അടിയന്തര ആവശ്യം വരുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പൈശാചികത എന്നുള്ള ഘടകത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന കാര്യം. വാസ്തവത്തിൽ ഇന്ത്യൻ മനസ്സ്, ലോകവും ഒപ്പം തന്നെ മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തെ മനസ്സിലാക്കുന്നതിലും അദ്ദേഹത്തെ അറിയുന്നതിലും അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുന്നതിനും എത്രത്തോളം ആഴത്തിൽ പോയിട്ടുണ്ട് എന്നത് സംശയകരമാണ്. വാസ്തവത്തിൽ അദ്ദേഹം ഒരു റിബലായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള, അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അധികാരത്തിനെതിരായിട്ടുള്ള ഒന്നാം തരം റിബലിയനായിരുന്നു മഹാത്മാഗാന്ധി. യേശുക്രിസ്തുവിനെ പോലെ, കാൾ മാർക്സിനെ പോലെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നെൽസൺ മണ്ടേലയെ പോലെ അങ്ങനെ വളർന്നു വന്നിട്ടുള്ള ആളുകളുടെ മനസ്സിൻ്റെ അവരുടെ എല്ലാം ഒരു നിരയിൽപ്പെടുത്താവുന്ന ഒരു റിബലായിരുന്നു വാസ്തവത്തിൽ മഹാത്മാഗാന്ധി കേവലമായിട്ടുള്ള അഹിംസ എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ റിബലിയനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പോരാട്ടം, അദ്ദേഹത്തിൻ്റെ ഈ വലിയ ത്യാഗത്തിൽ കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടം, അതിനെ സമം വയ്ക്കാൻ ബ്രിട്ടീഷുകാർക്ക് വേറെ ഒരു ആയുധം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് ആദരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥയാണ് ഇവിടെ ഹിന്ദു വർഗീയത തകർത്ത് കളഞ്ഞത്. അതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള നമ്മുടെ ഈ എക്സിബിഷൻ ഇന്ത്യയുടെ മനസ്സിലേക്ക് ആഴത്തിൽ കടന്നു ചെല്ലേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയിലെ യുവതലമുറ, വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, അവരുടെ മനസ്സിൽ ആഴത്തിൽ സ്പർശിക്കേണ്ട, ആഴത്തിൽ പതിയേണ്ട സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ എക്സിബിഷൻ നടത്തുന്നത്. ഇത് ഇന്ത്യക്കകത്തുള്ള മുഴുവൻ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എത്തിക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം.